അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എറട്രോ എന്ന് പറയുന്ന സൂര്യയുടെ ചിത്രത്തിൻ്റെ റിവ്യൂ ഞാനിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ പോയി കാണുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പുതിയ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്നൊരു കൊലത്തൂക്ക് കളക്ഷൻ തന്നെയാകും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ നിമിഷം വരെ ഏകദേശം 5 കോടിക്ക് മുകളിലുള്ള കളക്ഷനിലേക്ക് മാറുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇന്നൊരു പക്ഷേ 8 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ പ്രതീക്ഷിക്കാം. 7.5-8 കോടി എങ്കിലും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അതുപോലെ ഒരു കളക്ഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം വർക്കിംഗ് ഡേ തിങ്കൾ ചൊവ്വ ബുധൻ ഈ വർക്കിംഗ് ഡേയിൽ നമ്മൾ കണ്ടതാണ് 6 കോടിക്ക് മുകളിലുള്ള കളക്ഷനായിരുന്നു സർവ്വസമയത്തും കണ്ടത്. ഇന്ന് അവധി ദിനമാണ്. ടിക്കറ്റ് ബുക്കിംഗ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും 15,000 ടിക്കറ്റാണ് മണിക്കൂർ വിറ്റ് പോകുന്നത്. പുതിയൊരു ചിത്രം സൂര്യയുടെയും അതുപോലെ തെലുങ്കിൽ നിന്നൊക്കെ ചിത്രം റിലീസ് ആയിട്ട് പോലും അതിനേക്കാൾ മുകളിൽ തന്നെയാണ് ഇപ്പോഴും തുടരും എന്ന ചിത്രം നിലനിൽക്കുന്നത് എന്നറിയുമ്പോൾ കുടുംബ പ്രേക്ഷകർ എന്തുമാത്രം ആ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം തുടരും എന്ന ചിത്രം ഇന്നലെ കൊണ്ട് ഏകദേശം 40 റേഞ്ച്, കേരളത്തിൽ നിന്ന് 40 കോടി റേഞ്ചിലാണ് ഈ ചിത്രം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് ഏകദേശം 48 റേഞ്ച്, 50-നോടടുത്തുള്ള റേഞ്ച് തന്നെ കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇത് 100 കോടിയിലേക്ക് അടുക്കുമോ കേരളത്തിൽ നിന്ന് മാത്രമായി എന്ന് പലരും നമ്മളോട് കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്. അവരോട് ഞാൻ പറയുന്നു, എത്താനുള്ള സാധ്യത തിയേറ്ററുകാർ പോലും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഫിയോക്ക് പ്രസിഡന്റ് നമ്മുടെ വിജയകുമാർ പറയുന്നുണ്ടായിരുന്നു, മെയ് 30 വരെ ഈ ചിത്രം വേറെ ചിത്രങ്ങളൊന്നും എടുക്കുന്നില്ല, ഈ ചിത്രം തന്നെ വെക്കേഷൻ കാലത്ത് കൊണ്ടുപോകാനാണ് തിയേറ്റർ ഉടമകൾ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 100 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ആയിരിക്കാം ഈ ചിത്രം നമുക്ക് തരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിയോക് പ്രസിഡന്റ് വിജയകുമാറിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും ഒരു ഗംഭീര സംഭവം തന്നെയാണ്. ഒരു 10-15 വർഷത്തിനിപ്പുറം മലയാളികൾ കൂട്ടത്തോടെ ആഘോഷിക്കുന്ന ഒരു ചിത്രമായി തുടരും മാറി. ഇനിയും ഏകദേശം അങ്ങനെ ഈ ഒരു ആരവം ഈ വെക്കേഷൻ കഴിയുന്നിടം വരെയെങ്കിലും മിനിമം നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ ഈ തുടരും വെച്ച തിയേറ്ററുകാരൊന്നും ഏകദേശം മെയ് ലാസ്റ്റ് വരെ വേറെ ഒരു പടങ്ങളും ചാർട്ട് ചെയ്തിട്ടില്ല. മെയ് 30 വരെ വേറെ ഒരു പടങ്ങളും ചാർട്ട് ചെയ്തില്ല. കാര്യം ചാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഫുൾപ്പം സാധാരണ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് ഒരു ഹോളിഡേ കഴിഞ്ഞിട്ട് അടുത്ത വർക്കിംഗ് ഡേയിലോട്ട് മാറുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു ഇരിപ്പിരിക്കും. ഇതങ്ങനല്ല. ഓരോ ദിവസം കളക്ഷൻ കയറി വരിക. ഏകദേശം ഞായറാഴ്ചയിലത്തെ കളക്ഷൻ തന്നെ അതുപോലെ അത്രയും തന്നെ ഇല്ല എന്നുണ്ടെങ്കിലും തിങ്കളാഴ്ച അതുപോലെ നിൽക്കുക. ഇന്നും ഏകദേശം അതുപോലെ തന്നെ നിൽക്കുക കളക്ഷൻ. ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ മറ്റൊരു പുലിമുരുകനാകും ഈ തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം ഫിയോക് പ്രസിഡന്റ് പറയുന്നത് പോലെ തന്നെ ഇതിനിടയിൽ ദിലീപിൻ്റെ ചിത്രം, മമ്മൂട്ടിയുടെ ചിത്രം ഇതൊക്കെ റിലീസ് ചെയ്യാനുണ്ടെങ്കിലും പക്ഷേ ഒരു കുടുംബ ചിത്രം എന്നുള്ള ലെവലിൽ തന്നെ കുടുംബ പ്രേക്ഷകരെ ആകർഷിച്ച ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ കുറയ്ക്കാനുള്ള ചില ഏറ്റക്കുറച്ചിലും ഉണ്ടാകാമായിരിക്കാം. പക്ഷേ കുറയ്ക്കാൻ വലിയ പാടായിരിക്കും. കാര്യം ആ 2 ചിത്രങ്ങളും കുടുംബ ചിത്രം എന്ന് പറയും കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഈ തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കുറയാനുള്ള സാധ്യതയുള്ളൂ. ഈ കുടുംബ പ്രേക്ഷകർ ഒരു ചിത്രത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ചിത്രം വലിയ ഹൈപ്പിൽ നേടും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് തുടരും എന്ന ചിത്രം. എല്ലാവിധ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള തരുൺമൂർത്തിയുടെ ചിത്രമാണ് തുടരും എന്നുള്ളത്. അതുപോലെ ശോഭന മോഹൻലാൽ ജോഡിയുടെ ഒരു കോംബോ അതും വർക്കൗട്ടായിട്ടുണ്ട്. ഇന്നലെ കൊണ്ടാട്ടം എന്ന് പറഞ്ഞ ഗാനം ഇറങ്ങി, അതും ഹിറ്റായി മാറി എന്നുള്ളതാണ്. ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ, 24 മണിക്കൂർ ആയില്ല, അതിനു മുമ്പ് 2.5 മില്യൺ വ്യൂസ് കടന്നിരിക്കുകയാണ്. അപ്പോൾ അത് അടിപൊളി ഒരു ഗാനം. അത് ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ വലിയ കാര്യമായി എനിക്ക് തോന്നുന്നു. കാരണം ആ ചിത്രത്തിൻ്റെ വൈബെല്ലാം നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത് അതിന് ഒരു ആഹ്ലാദപരമായ ഒരു ആഘോഷത്തിൻ്റെ മുഹൂർത്തമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ചിത്രം അങ്ങനെയല്ല പറയുന്നതെന്ന് ചിത്രം കണ്ടവർക്ക് മനസ്സിലാവും. അപ്പം ആ ചിത്രത്തിൽ പാട്ട് ഉൾപ്പെടുത്താൻ കാര്യമായി എന്ന് തോന്നുന്നു. പക്ഷെ അത് ജനങ്ങൾ ആഘോഷപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു. ഇതുപോലെ തന്നെ ഓരോ തിയേറ്റർ ഉടമകളും പറയുന്നു തുടരും എന്ന ചിത്രത്തിൻ്റെ കാര്യങ്ങൾ. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൻ്റെ കടബാധ്യതകളെല്ലാം തീർക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ നടന്നു. പക്ഷേ ഇവർക്കിപ്പം കിട്ടിയ തുടരും എന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു ബോണസാണ്.
അവരുടെ എല്ലാ കടങ്ങളും തീർന്ന് അവർ ലാഭത്തിലേക്ക് വരുന്നതിൻ്റെ സൂചന എല്ലാ തിയേറ്റർ ഉടമകളുടെയും വാക്കുകളിൽ നമുക്ക് കാണാം. തൃശ്ശൂർ രാഗം തിയേറ്റർ ഉടമ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കൊണ്ടാട്ടം ഓട്ടം തന്നെ നടക്കും എന്നാണ്. അതുപോലെ ഷേണായിഫിൻ്റെ ഉടമ, അതുപോലെ കവിത തിയേറ്റർ ഉടമ തന്നെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഇൻഡസ്ട്രി ഹിറ്റ് 100 കോടിയിലേക്ക് കടക്കുമെന്ന് പുള്ളി ഏകദേശം ഉറപ്പ് പറഞ്ഞു. അങ്ങനെ തിയേറ്റർ ഉടമകൾ തന്നെ പറയുന്നു, ജനങ്ങളുടെ തിരക്ക് കാണുമ്പം ഇത് കേരളത്തിൽ നിന്ന് തന്നെ 100 കോടി കടക്കുന്ന ഒരു സിനിമയായി മാറും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എമ്പുരാന് തകർക്കാൻ പറ്റാത്തൊരു റെക്കോർഡുണ്ടായിരുന്നു. 89 കോടി 20 ലക്ഷം എന്ന് 2018 ഒരു റെക്കോർഡ്. അത് തുടരും, തകർക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇതിൻ്റെ വിജയത്തെപ്പറ്റി നമുക്ക് യാതൊരുവിധ ഇതുമില്ലല്ലോ, കോടികൾ വാങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ റെക്കോർഡും കൂടെ തകർത്ത് കഴിഞ്ഞാൽ അത് ലാലേട്ടൻ്റെ കൂടെ തന്നെ ആകും എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആദ്യം തന്നെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു 100 കോടി നേടുന്ന ഒരു ചിത്രമായിട്ടും തുടരും മാറട്ടെ. വേൾഡ് വൈഡായിട്ട് ഇത് എത്ര രൂപ കളക്ഷൻ നേടും എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രതീക്ഷ എന്ന് പറയാൻ 300 കോടി കടക്കട്ടെ എന്നാണ്. പക്ഷേ അത്രയൊക്കെ വരുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. എന്നാലും 200 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം ഇന്നലെ കൊണ്ട് അത് 105 കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തത്. 105 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു കളക്ട് ചെയ്തത്. 100 കോടിയുടെ പോസ്റ്റർ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 12 കോടി 13 കോടി റേഞ്ചിൽ ഉള്ളൊരു കളക്ഷൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും 120 കോടിക്കടുത്ത് ഇത് ചെന്ന് നിൽക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ശനി ഞായർ ദിവസങ്ങളും എല്ലാം കൂടെ തീരുമ്പോഴത്തേന് ഒരു 150 കോടി റേഞ്ചിൽ തന്നെയായിരിക്കാം തിങ്കളാഴ്ച പുലരുമ്പം ഇത് എത്തി നിൽക്കുന്നത്. 150 കോടിക്ക് മുകളിലായിരിക്കാം. കാരണം ശനി ഞായറും ദിവസങ്ങളിലെല്ലാം അവധി ദിവസങ്ങളിലൊക്കെ കളക്ഷൻ ഹൈ തന്നെയായിരിക്കാം. അവധിയൊന്നും വേണമെന്നില്ല. അതുപോലെ തന്നെയാണ് വർക്കിംഗ് ഡേയിലും ഇപ്പം കാണുന്നത്. അപ്പോൾ ശരാശരി 6 കോടി അല്ലെങ്കിൽ 10 കോടിക്കടുത്ത് വേൾഡ് വൈഡായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ശരാശരി. അപ്പം 10 കോടി എന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ കാശേ ഉള്ളൂ. അത് എപ്പോഴും ശരിയായിട്ട് വരുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ കണക്ക്. എന്നാലും 200 കോടിക്ക് മുകളിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ചിലപ്പോൾ 250 കോടിയോ 300 കോടിയോ എത്താം. ഈ വരും ചിത്രങ്ങൾ മെയ് 9 ഒരു ചിത്രം വരുന്നുണ്ട് ദിലീപിൻ്റെ. അതും ഫാമിലി പ്രേക്ഷകർ ഉൾക്കൊണ്ടില്ലെങ്കിൽ അതും അനുകൂലം തുടരുമെന്ന ചിത്രമാണ്. കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം, അതും കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള ചിത്രം കണ്ടതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. അതും വലിയ ഹൈപ്പൊന്നും നേടാൻ പറ്റിയില്ലെങ്കിൽ അതും തുടരും എന്ന ചിത്രത്തിനാണ് അനുകൂലമായിട്ട് വരുന്നത്. അങ്ങനെ തുടരും എന്ന ചിത്രത്തിന് വലിയ ഭീഷണിയൊന്നുമില്ല. ഇന്നത്തെ ഒരു ചിത്രവും ഭീഷണി ആയില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇന്നത്തെ കളക്ഷൻ വലിയ ഹൈ ആണ്. 8 കോടിയൊക്കെ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. വേൾഡ് വൈഡായിട്ടൊരു 12 കോടിയെങ്കിലും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം എല്ലാവരുടെയും വാക്കുകൾ, തിയേറ്റർ ഉടമകൾ സന്തോഷത്തിലാണ്, പ്രേക്ഷകർ സന്തോഷത്തിലാണ്. എല്ലാവരും സന്തോഷമാകുമ്പോൾ നമുക്കെന്തിന് സന്തോഷിക്കാതിരിക്കണം, അല്ലേ? നമുക്ക് സന്തോഷിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം.